നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരി അല്ലെങ്കിൽ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും നല്ല പുത്രൻ എൻ്റെ കണ്ണിൽ അത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ എനിക്ക് ബംഗാളിനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പോൾ എല്ലാ കണ്ണുകളും ബംഗാളിലേക്കാണ്. കാരണം അവിടെ ഒന്നും രണ്ടും ഫേസുകളായി നടന്ന വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം 92-നും 93-നും ഇടയിലാണ്. അതൊരു റെക്കോർഡാണ്. അതുകൊണ്ട് 4-ാം തീയതി പെട്ടി തുറക്കുമ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നാണ് ഇന്ത്യ മുഴുവൻ തന്നെ ഉറ്റുനോക്കുന്നത്. കലയുടെയും സംസ്കാരത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ കളിത്തൊട്ടിലായിരുന്നു ബംഗാൾ. എത്രയെത്ര അപൂർവ പ്രതിഭകൾക്കാണ് ബംഗാൾ ജന്മം നൽകിയത്. കൽക്കട്ടയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണകാലത്ത് കുറേ നാൾ അവരുടെ തലസ്ഥാനം. തുടർന്ന് 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്നത്തെ വ്യവസായവത്കൃത സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ബംഗാൾ ആയിരുന്നു. ഇന്ന് ആ കൽക്കട്ട നഗരം ഒരു പ്രേത നഗരമായിട്ടും അതുപോലെ ബംഗാൾ ജനാധിപത്യത്തിൻ്റെ ശ്മശാനമായും ഭരണകൂട ഭീകരതയുടെ ഏറ്റവും വലിയ മുഖമായും മാറിയിരിക്കുന്നു. 1947 മുതൽ 67 വരെ കോൺഗ്രസും 67 മുതൽ 72 വരെ CPM കൂടി ഉൾപ്പെടുന്ന ഒരു കോalition ഗവൺമെൻറ്റും 72 മുതൽ 77 വരെ വീണ്ടും കോൺഗ്രസ്സാണ് ബംഗാൾ ഭരിച്ചത്. 1977-ൽ ബംഗാളിലെ ഭരണം CPMൻ്റെ കൈകളിൽ എത്തിച്ചേരുന്നു. തുടർന്ന് നീണ്ട 34 വർഷം CPM ആണ് ബംഗാൾ ഭരിച്ചത്, അല്ലെങ്കിൽ ബംഗാളിനെ ഭരിച്ച് മുടിച്ചത്. തുടർച്ചയായ ഇടത് ഭരണത്തിന് കീഴിൽ ട്രേഡ് യൂണിയനുകൾ പ്രബലർ ആവുകയും അവർ കാര്യങ്ങൾ തീരുമാനിക്കാനും തുടങ്ങിയതോടെ ആണ് അവിടുത്തെ വ്യവസായങ്ങളൊക്കെ തന്നെ ബംഗാളിൽ നിന്നും നാടുവിട്ടത്. അതോടുകൂടി അവിടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നടമാടാൻ ആരംഭിച്ചു. ആ CPM ഭരണത്തിന് തിരശ്ശീല വീഴാനുള്ള കാരണം 2007 മാർച്ച് മാസം 14-ാം തീയതി നന്ദിഗ്രാമിൽ നടന്ന പോലീസ് വെടിവയ്പ് ആയിരുന്നു. നന്ദിഗ്രാമിൽ രാസവസ്തു വ്യവസായ ശൃംഖല ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് 10,000 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിലുള്ള CPM സർക്കാർ തീരുമാനിച്ചതായിരുന്നു ആ പോലീസ് വെടിവയ്പ്പിലേക്ക് നയിച്ച കാരണം. 1982-ൽ എയർഫോഴ്സിൽ ചേർന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ബംഗാളികളെ കാണുന്നതും പരിചയപ്പെടുന്നതും ചങ്ങാത്തം സ്ഥാപിക്കുന്നതും ഒക്കെ. തുടർന്ന് 2002-ൽ ഞാൻ അവിടെ നിന്നും പെൻഷനായി വന്നു. 2018-ലെ കോവിഡിന് ശേഷമാണ് എനിക്ക് വെസ്റ്റ് ബംഗാളിലെ നോർത്ത് 24 ഫർഗാനാസ് ജില്ലയിലെ ബെൻഗാവോൻ എന്ന് പറയുന്ന താലൂക്കിലെ താക്കൂർ നഗർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു സെർവൻറ്റിനെ കിട്ടിയത്. അവൻ്റെ പേര് കൃഷ്ണാനുദാസ് എന്നായിരുന്നു. വളരെ നല്ല സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കുക്കായിരുന്നു. തുടർന്ന് അദ്ദേഹം എന്നോടൊപ്പം ഏകദേശം 4.5 വർഷം എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് എനിക്ക് വേണ്ടി ജോലി ചെയ്തു. എനിക്കൊരു കെന്നലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം അവൻ്റെ ഈ വിശ്വാസ്യതയും അവൻ്റെ നന്മകളും ഒക്കെ കണക്കിലെടുത്ത് ഞാൻ തന്നെ എറണാകുളത്ത് അവനൊരു പുതിയ ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിചാരിതമായിട്ട് അവൻ എന്നെ വിളിച്ചു. അവൻ എന്നെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അവൻ പറഞ്ഞു, അങ്കിൾ ഞാൻ ബംഗാളിൽ നിന്നാണ് വിളിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ ബൈ എയർ വന്നിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ ആ ഒരു ടെലിഫോൺ കാളാണ് എന്നെ ഇത്തരത്തിൽ ഒരു വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പ്രത്യേകിച്ചും എനിക്ക് ഈ ബംഗാളിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ നിരന്തരമായിട്ട് അവനുമായി ഈ ബംഗാളിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. കാരണം അവൻ്റെ വീട് ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാത്രം കിഴക്കോട്ട് മാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ എനിക്ക് വളരെ താല്പര്യവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബംഗാളിലെ കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നമ്മുടെ രാജ്യത്തെ ഹെൽ ഹോൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് നമുക്ക് ഏവർക്കും അറിയാം. ഹെൽ ഹോൾ എന്ന് പറയുന്നത് നരകക്കുഴി എന്നാണ്. എന്നാൽ സത്യസന്ധമായി എൻ്റെ അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ ഹെൽ ഹോൾ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ ആണ്. അതാണ് ഏറ്റവും വലിയ നരകവും ഭ്രാന്താലയവും. നന്ദിഗ്രാമിലെ 2007-ലെ വെടിവെപ്പിനെ തുടർന്ന് 2011-ലാണ് CPM ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് മമതാ ബാനർജിയുടെ TMC ബംഗാളിൽ ഭരണം പിടിച്ചെടുക്കുന്നതും അവർ അവിടെ മുഖ്യമന്ത്രി ആകുന്നതും. മാ മതി മനുഷ്യ എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം, അതായത് അമ്മ ഭൂമി മനുഷ്യൻ. എന്നാൽ ഭരണത്തിൽ വന്നതിന് ശേഷം ഈ ബുദ്ധദേവ് ഭട്ടാചാര്യയെക്കാളും നീചയായ ഒരു ഭരണാധികാരിയായി അവർ മാറുന്നതാണ് പിന്നീട് നാം കണ്ടത്. CPMൽ നിന്നും TMCയിലേക്ക് ചേക്കേറിയ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് പകരം അവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ബംഗാളിന് ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി
500-ൽ പരം കിലോമീറ്ററുകൾ ആണ്. മിക്കവാറും അത് പോറസാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നും നിർബാധം ആർക്ക് വേണമെങ്കിലും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാം. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ തീവ്രവാദികളെയും ക്രിമിനൽസിനെയും റോഹിംഗ്യൻ മുസ്ലിംസിനെയും ഒക്കെ തന്നെ അവർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. തൻ്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി അവരുമായിട്ട് അവിശുദ്ധമായ പല ഉടമ്പടികളും ഒപ്പുവച്ചു. അങ്ങനെ പശ്ചിമ ബംഗാൾ ഒരു ഗുണ്ടാ രാജിന് കീഴടങ്ങി. തുടർന്ന് 2016-ലും 2021-ലും മമതയുടെ TMC തന്നെ ബംഗാളിൽ അധികാരത്തിൽ വന്നു. പക്ഷേ അതെങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. രാഷ്ട്രീയ ഗുണ്ടാശത്തിലൂടെയും കള്ള വോട്ടിലൂടെയും ബൂത്തുകൾ പിടിച്ചെടുത്തും പോളിംഗ് ദിനം ഈ വോട്ടർമാരോട് വീടിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തട്ടിക്കളയും എന്ന് ഭീഷണിപ്പെടുത്തിയും കൊലപാതക രാഷ്ട്രീയത്തിലൂടെയും ഒക്കെയാണ് അവർ അത് സാധിച്ചത്. അങ്ങനെ ജനാധിപത്യം ഒരു പ്രഹസനമായിട്ട് മാറി. ഇപ്പോൾ തന്നെ ഫസ്റ്റ് ഫേസ് പോളിംഗിന് ശേഷം 79 ക്രൂഡ് ബോംബുകളാണ് കേന്ദ്ര സുരക്ഷാ സേന ബംഗാളിൽ നിന്നും പിടിച്ചെടുത്തത്. സ്ത്രീകളുടെ ജീവിതമാണ് ബംഗാളിൽ ഏറ്റവും ദുസ്സഹമായത്. നന്ദിഗ്രാമിൽ തന്നെ 300-ലേറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും 3 സ്ത്രീകളെ പരസ്യമായിട്ട് വസ്ത്രാക്ഷേപം നടത്തി എന്നും പറയപ്പെടുന്നു. 2024-ൽ സൗത്ത് 24 ഫർഗാനാസിലെ സന്ദേശ് ഗിലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? വൈകുന്നേരം ഗുണ്ടകൾ നേരെ വീട്ടിലേക്ക് വരും, പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകും. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് തിരികെ കൊണ്ട് ആക്കുന്നത്. അതുപോലെ തന്നെ ആ പാവപ്പെട്ട ജനങ്ങളുടെ വസ്തുവകകൾ, ഭൂമിയും മറ്റും ബലാത്കാരമായിട്ട് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അതുപോലെ 2024-ൽ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വലിയ സംഭവമാണ് RG കാർ മെഡിക്കൽ കോളേജിൽ നടന്ന ബലാത്സംഗവും കൊലപാതകവും. അപ്പോൾ ആ അവസരങ്ങളിൽ ഒക്കെ തന്നെ ഈ മമതാ ബാനർജിയുടെ നിലപാട് ഈ ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഒരു രീതിയിൽ ആയിരുന്നു. അങ്ങനെ എണ്ണി പറയാൻ ഒട്ടനേകം സംഭവങ്ങളുണ്ട്. ബംഗാളിലെ ഉൾഗ്രാമങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുടെ ജീവിതം തികച്ചും പരിതാപകരമാണ്. വളരെ ചെറിയ കോഴിക്കൂടൊക്കെ പോലെയുള്ള വീടുകളിൽ ടെൻറ്റ് മേഞ്ഞ വീടുകളിലാണ് അവർ ജീവിക്കുന്നത്. ഞാൻ കൃഷ്ണനോട് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടു അവൻ്റെ വീടിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരാൻ. എന്നാൽ അവൻ അത് ഒരിക്കലും തന്നെ എനിക്ക് അയച്ചു തന്നിട്ടില്ല. അവർ എപ്പോഴും ഭീതിയുടെ നിഴലിൽ ആണ് ജീവിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ B. അശോക് IAS സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഈ വലിയ വലിയ കെട്ടിടങ്ങൾ, പാലങ്ങൾ, അതുപോലെ റോഡുകൾ ഒന്നും തന്നെ ഉണ്ടാക്കുന്നതല്ല ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും, മറിച്ച് ഏത് സമൂഹത്തിലാണോ മനുഷ്യൻ നിർഭയനായി ജീവിക്കുന്നത്, അതിനുള്ള സാഹചര്യം ഉള്ളത്, അതാണ് ഏറ്റവും വലിയ വികസനമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ മിക്കവാറും നമ്മളൊക്കെ തന്നെ എപ്പോഴും ഭീതിയുടെ നിഴലിൽ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ബിഗ് ബ്രദർ എപ്പോഴും നമ്മെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. അതിൽ ബംഗാളിലെ ഒരു ദന്തൽ ക്ലിനിക്ക് ചിത്രീകരിച്ചിരുന്നു. അത് കണ്ടാൽ മാത്രം മതി നമുക്ക് ബംഗാളിലെ ജീവിത സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ആ ദന്തൽ ക്ലിനിക്കിൻ്റെ റോഡിൽ നിന്നുള്ള വ്യൂ. അതിനകത്തൊരു ദന്തൽ ഡോക്ടറുണ്ട്. അദ്ദേഹം BDS ഒന്നും പാസ്സായ ഒരു വ്യക്തിയല്ല. എന്നോ എവിടെയോ ഏതോ ഒരു ദന്തൽ ക്ലിനിക്കിൽ സഹായിയായി പ്രവർത്തിച്ചിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ക്ലിനിക്ക് നടത്തുന്നത്. ഇനി കാണുന്നതാണ് നിങ്ങൾ രോഗികളെ ഇരുത്തി ശുശ്രൂഷിക്കുന്ന കസേര. ഇതാണ് അവിടുത്തെ സിറിഞ്ചുകൾ വച്ചിരിക്കുന്ന സ്ഥലം. ഡിസ്പോസിബിൾ സിറിഞ്ചസ് അദ്ദേഹം നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാണുന്നതാണ് അവിടെ ഈ പല്ല് പറിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഈ മുറിയിലാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത്. അതിനുപയോഗിക്കുന്ന ലൈറ്റും കൂടി നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇതാണ് അവിടുത്തെ ബംഗാളിലെ ഒരു ദന്തൽ ക്ലിനിക്ക് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സാധാരണ ജീവിത നിലവാരം എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അവിടെ ഈ ഡോക്ടർ ഫീസാക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു പല്ല് പറിക്കുന്നതിനും മറ്റും 20-30 രൂപയൊക്കെയാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ശരാശരി മനുഷ്യൻ്റെ ദിവസ വേതനം എത്രയായിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ബംഗാളിൽ പോളിംഗ് ശതമാനം വളരെ കൂടിയത് എന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ മിക്കവാറും ഒരു ബംഗാളിയും നിർഭയനായിട്ട് പോളിംഗ് ബൂത്തിൽ പോയി തൻ്റെ വോട്ടവകാശം വിനിയോഗിച്ച് കാണാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആദ്യമായി നിർഭയനായി സ്വാതന്ത്ര്യത്തോടു കൂടി പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചപ്പോൾ അതൊക്കെ ഈ ബംഗാളികൾ ഒരു ആഘോഷമായിട്ട് ഏറ്റെടുത്തു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. രണ്ടാമതായിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്ന SIR പരിഷ്കരണമാണ്. ഏകദേശം 1 കോടിയോളം
അനധികൃത വോട്ടർമാരുടെ പേരുകൾ ഈ ലിസ്റ്റിൽ നിന്നും ക്യാൻസൽ ചെയ്തു. ഈ SIR ഡിക്ലെയർ ചെയ്തപ്പോഴാണ് ഈ മമതാ ബാനർജിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടത്. അവർ നേരെ കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോവുക മാത്രമല്ല, അവിടെ അവർക്ക് അഭിഭാഷകൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ ഇടിച്ചു കയറി കോടതി മുമ്പാകെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് ചെയ്തത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ SIR പരിഷ്കരണത്തെ അവർ വളരെയധികം ഭയപ്പെട്ടിരുന്നു എന്ന്. ബംഗാളിൽ സ്കൂൾ സർവീസ് കമ്മീഷനുണ്ട്. അത് മുഖാന്തരം സ്കൂളുകളിൽ ടീച്ചർമാരെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ കോടികളുടെ ഒരു അഴിമതി നടന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ മമതാ ബാനർജിയുടെ അടുത്ത ആൾക്കാരായ പാർത്ഥ ചാറ്റർജിയെയും അർപ്പിത മുഖർജിയെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിപ്പോൾ CBI അന്വേഷിച്ചു വരികയാണ്. കേസ് ഇപ്പോഴും നടന്നു വരികയാണ്. മറ്റൊരു വലിയ അഴിമതിയാണ് ആയിരക്കണക്കിന് കോടി രൂപയുമായി ബന്ധപ്പെട്ട കൽക്കരി അഴിമതി. അതുമായി ബന്ധപ്പെട്ട് ഈ മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ട് ED അതിൽ അന്വേഷണം നടത്തുകയും IPAC എന്ന് പറയുന്ന ഒരു ഏജൻസിയെ അവരുടെ ഓഫീസ് അവർ റെയ്ഡ് ചെയ്യുകയും ചെയ്തു. ആ ഏജൻസിയാണ് ഈ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. എന്നാൽ ആ റെയ്ഡിൻ്റെ സമയത്ത് തന്നെ മമതാ ബാനർജി ബംഗാളിലെ എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി അവിടെ ചെല്ലുകയും ഈ ED ഉദ്യോഗസ്ഥരിൽ നിന്നും അവർ പിടിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഇവർ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ മമതാ ബാനർജിയുടെ ഈ ബോഡി ലാംഗ്വേജ്, ഈ ഇലക്ഷൻ അടുത്ത് വന്ന സമയത്തുള്ള അവരുടെ ഈ ബോഡി ലാംഗ്വേജിൽ വന്ന മാറ്റത്തിൽ നിന്നും അവർ ഈ BJP ഗവൺമെൻറ്റിനെ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേന്ദ്ര സർക്കാരിന് വേണമായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പല ആൾക്കാരും ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് മോദി അവിടെ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാത്തത് എന്ന്. എന്നാൽ അതിന് വളരെ കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അഥവാ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഈ മമതയുടെ അനുകൂലികൾ വിളിച്ചു പറഞ്ഞേനെ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അനധികൃതമായിട്ട് BJP സർക്കാർ താഴെ ഇറക്കി എന്ന്. അങ്ങനെ ഒരു സിമ്പതി മമതയ്ക്ക് കിട്ടാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു BJPയുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിൽ മമത കോടതിയെ സമീപിച്ചേനെ. ഇനി അഥവാ കോടതിയിൽ നിന്നും മമതയ്ക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നാൽ വീണ്ടും കഴിഞ്ഞ 5 വർഷം ഈ BJP സർക്കാർ ബംഗാളിൽ അധികാരത്തിൽ വരാൻ വേണ്ടി നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും അതൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു രാഷ്ട്രപതി ഭരണം ഇതിനകം കേന്ദ്ര സർക്കാർ കൊണ്ടുവരാതെ ഇരുന്നത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. അഥവാ ഏതെങ്കിലും കാരണവശാൽ ഈ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും അവിടെ അധികാരത്തിൽ വരികയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വീണ്ടും വലിയ വലിയ ലഹളകൾ ഈ TMC അഴിച്ചുവിടുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ഒരു രാഷ്ട്രപതി ഭരണം വരാനുള്ള എല്ലാ സാഹചര്യവും ചാൻസും ഞാൻ കാണുന്നുണ്ട്. നമുക്കറിയാം BJP കഴിഞ്ഞ 5 വർഷമായിട്ട് ബംഗാളിൽ ഭരണം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഞാൻ നേരത്തെ 2 വീഡിയോകൾ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഉപയോഗത്തിൽ ഇരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനത് ആർക്കും തന്നെ അതിൽ അട്ടിമറി നടത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ സാധിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ BJPക്ക് ഈ കേന്ദ്ര സേനയെ ഇറക്കേണ്ട ആവശ്യമോ അതുപോലെ തന്നെ ഇത്രയും കാര്യക്ഷമമായിട്ട് അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമോ ഉണ്ടാകുമായിരുന്നില്ല. വെറുതെ EVM അട്ടിമറിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതോടുകൂടി ആ ഒരു സീരീസ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിനെ ഒരു ശക്തിക്കും അതിൽ അട്ടിമറി നടത്താൻ സാധ്യമല്ല. അതാണ് ഈ ബംഗാളിലെ ഇലക്ഷൻ വീണ്ടും തെളിയിക്കാൻ പോകുന്നത്. ബംഗാളിൽ ആകെ ഉള്ളത് 294 സീറ്റുകളാണ്. അപ്പോൾ ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കക്ഷിക്ക് 148 സീറ്റുകൾ വേണം. കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് 77 സീറ്റുകൾ കിട്ടിയിരുന്നു. അതിനു മുമ്പ് അവർക്ക് 3 സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 77 സീറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 148 കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബാക്കി സീറ്റുകൾ BJPക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയുന്നു, ഈ ഇലക്ഷൻ ബംഗാളികൾ മനസ്സ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരണമെന്ന് അവിടുത്തെ സാധാരണ ആൾക്കാർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, മിക്കവാറും BJP തന്നെയായിരിക്കും അവിടെ അധികാരത്തിൽ വരിക. എന്നാൽ അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കുകയും ഇല്ല. സാധാരണ പൗരന്മാരെ വെറും അടിമകളെപ്പോലെ കണക്കാക്കി രാഷ്ട്രീയം കളിക്കുന്നവർ എന്നെങ്കിലും ജനഹിതത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരിക്കും 4-ാം തീയതി വരാൻ പോകുന്ന ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.